മഴ ഇങ്ങനെ തകൃതിയായിട്ട് പെയ്യുന്നുണ്ട്. അപ്പം മഴയത്ത് നമുക്ക് കഴിക്കാൻ വല്ലതും ഒന്നും ഉണ്ടാക്കണ്ടേ. 4 മണിയൊക്കെ ആയി. അപ്പോൾ ഇനി പുറത്ത് പോയി വാങ്ങിച്ചുകൊണ്ട് വരവ് നടക്കത്തില്ല. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കാം. എന്തുണ്ടാക്കും? നമുക്കൊന്ന് കുമ്പളപ്പം ഉണ്ടാക്കാം കേട്ടോ. കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇച്ചിരി ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇച്ചിരി ശർക്കര നമുക്ക് തിരുമ്മിയിടാം. എന്നിട്ട് ഇച്ചിരി ഏലക്കായ കൂടി പൊടിച്ചിടാം. ഇതാണ് നമ്മൾ കുമ്പളപ്പം ഉണ്ടാക്കുന്ന ഇലയെ. ഇതിന് ഞങ്ങളുടെ ഭക്ഷണയിലെന്നും വയണയിലെന്നും പറയും. പിന്നെ നമ്മൾ കുമ്പളയിലെന്നും പറയും. നിങ്ങളിനി എന്താ പറയുന്നിടത്തില്ല. വയണയില അല്ലെങ്കിൽ ഭക്ഷണയില എന്ന് പറയും. അപ്പം നമുക്കിത് നമ്മൾ വനത്തിൽ കഴിഞ്ഞ ദിവസം കൂണ് പറിക്കാൻ പോയപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഒന്നും അടുത്തില്ലാത്തതുകൊണ്ട് അവിടുന്ന് പറിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. നമ്മൾ തൂത്ത് കുടച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന ഇത് നമുക്ക് ഈ മാവെല്ലാം കുഴച്ച് വെച്ച് ഇതിങ്ങനെ കുമ്പിൾ കൂട്ടും. കാണിക്കാവേ, ഒറ്റക്കയ്യ ഇതാ ഇങ്ങനെ കുമ്പിൾ കുത്തി വെച്ച് ഇതിൻ്റെ അകത്ത് നമ്മൾ മാവ് എല്ലാം ഇറക്കി വെച്ച് നമ്മൾ ഇഡലിപ്പാത്രത്തിൽ വെച്ച് വയ്ക്കും. അപ്പോൾ നമ്മുടെ മാവൊക്കെ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇലയെല്ലാം ഞാൻ തുടയ്ക്കാൻ എടുത്ത ഇലയെല്ലാം തുടച്ചതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോ വരാം. എന്തിനാ വന്നിരിക്കുന്നേ? ചിരട്ടയ്ക്കാന്നോ? തേങ്ങ തിരുമ്പ് ചിരട്ടയ്ക്ക് വന്നിരിക്കുക. ചിരട്ടയ്ക്ക തേങ്ങ തിരുമ്പുന്ന ചിരട്ടയ്ക്കായി വന്ന് നേരെ പിടി, ശരിക്കും പിടി. ഞാൻ ഇന്ന് അതും കൊണ്ട് പോയി എവിടെയെങ്കിലും ഇരുന്നോളൂ. എവിടെ പോന്നേ? പോയി. ശർക്കരയും തേങ്ങയൊക്കെ റെഡിയായി. ഞാൻ എന്നെ ഇതൊന്ന് കുഴച്ചെടുത്ത് വെക്കാമേ. ഇതൊന്ന് കുഴച്ച് ഒന്നിച്ചെല്ലാം കൂടെ ഒന്ന് കുഴച്ച് എടുക്കാമേ. അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ കുഴച്ച് വെച്ച് ഞാനത് ജീരകം കൂടി ഇട്ടിട്ടുണ്ട്. ഏലക്ക മാത്രമല്ല പറഞ്ഞത്, ഞാൻ ജീരകം കൂടി ഇട്ടിട്ടുണ്ട്. ഏലക്ക, ജീരകം, ശർക്കര, തേങ്ങ, ഉപ്പ്, ആട്ട, ഇത്രയും സാധനം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇലക്കകത്തോട്ട് ഇത് കുമ്പിൾ കുത്തി വെച്ച് ഇഡലി പാത്രത്തിൽ വെക്കാമേ. അപ്പം ഞാൻ കുമ്പിൾ കുത്തി വെച്ച് വരാം. നമ്മുടെ പാക്കിങ് കഴിഞ്ഞു. ഇനി നമുക്കിത് വേവിച്ചെടുക്കാമേ. ഇനി ഓരോ കുമ്പിളാക്കി ഇഡലി പാത്രത്തിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ടാ. ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം. അപ്പോൾ അതേ നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് നോക്കാമേ, വേഗറായോ നോക്കാം. വെന്ത് കാണത്തില്ല. ഇച്ചിരി കട്ടിക്കാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. നമുക്കെന്തിനും തിരിച്ചിട്ട് കൊടുക്കാം. ആഹാ, പാട്ടലാവില്ല, വേഗറായെന്ന് തോന്നുന്നു. ഇപ്പോൾ ആ ഏലക്കായുടെ ജീരകത്തിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഞാൻ കൊതി വെച്ച് എൻ്റെ കുമ്പളപ്പത്തെ ആയില്ല കേട്ടോ. ഒന്നത് വേഗം ഇച്ചിരി നേരം ഇരിക്കട്ടെ. തീരെ ചെറുതാക്കില്ല, ഞാൻ ഇച്ചിരി വലിപ്പത്തിലങ്ങ് ഉണ്ടാക്കി. ആവി അപ്പം നമുക്ക് ഇച്ചിരി നേരം കൂടെ വെക്കാമേ. മഴ തോന്നുന്നു. നമ്മുടെ കുമ്പളപ്പം ബന്ധപ്പെട്ടതിന് കണ്ടോ, മുമ്പത്തെ പ്രകൃതിയാന്ന് ഇപ്പോഴും നോക്കി എന്താ തെളിഞ്ഞ്. നല്ലൊരു മൂടാപ്പുണ്ട്, പെയ്യുമായിരിക്കും. എന്തെങ്കിലും കാപ്പ് കുടിക്കാൻ നേരം മഴ മാറി. ഇപ്പം നമ്മുടെ കുമ്പളപ്പം ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. നമുക്കെടുത്ത് നോക്കാമേ. ഞാൻ ഇച്ചിരി തേയില വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തേയില വെള്ളം കുടിക്കുന്നത് കേട്ടോ, കടുകാപ്പിയല്ല. അപ്പോൾ നമുക്ക് കഴിക്കണ്ടായോ? എന്താ വെന്ത് നല്ലോണം വെന്ത് കേട്ടോ. വെന്ത് ഇലയിൽനിന്ന് മാറി ഉണ്ടോ, കുമ്പളപ്പം കണ്ടോ, ഇലയിൽനിന്ന് മാറി. വെന്താൻ ഇലയിൽനിന്ന് മാറും കണ്ടോ. അപ്പം നമ്മുടെ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ടേ. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി തേയില വെള്ളം കൂടെ, ഞാൻ തേയില വെള്ളമാണ് കുടിക്കുന്നത് കേട്ടോ. തേയില വെള്ളം കടുപ്പം കൂടിപ്പോയെന്ന് തോന്നുന്നു. അപ്പം കുമ്പളപ്പം റെഡി. അപ്പം ശരി, ഞാൻ കഴിക്കാം. സൂപ്പറല്ലേ? ഇനി അടുത്ത വീഡിയോയിൽ കാണാമേ.